നമ്മൾ മൂന്നാളും കൂടി കുംഭഭരണി കാണാൻ പോവുകയാണേ. സ്നാപ്ചാറ്റിലും വീഡിയോ എടുത്തു. ഗ്ലാമർ കുറയ്ക്കരുതല്ലോ. കുറഞ്ഞിട്ടൊന്നുമില്ല, കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചന്തം നോക്കി നടന്നൊരു ഓട്ടോ കിട്ടി. പാതി വഴിയിൽ ഞങ്ങളെ ഇറക്കി വിട്ട് ഓട്ടോ മാമൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞാനും അമ്മയും മോനും കൂടി തച്ചിന് നടന്നവസാനം അമ്പലത്തിന് താഴെയുള്ള കണ്ടത്തിലെത്തി കേട്ടോ. ഇവിടെ 4 സൈഡും തേര് കിടപ്പുണ്ടായിരുന്നു. ഓരോ കരക്കാരുടെയും തേര്. അത്യാവശ്യം ആളും ബഹളവും ഒക്കെ ആയി തുടങ്ങിയിരുന്നു. ഇതും കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണേ പടക്കം പൊട്ടിയത്. ആ സൈഡിലെ തേര് ഇളകി തുടങ്ങി കേട്ടോ. അധികം വൈകാതെ തന്നെ നമുക്കടുത്തേക്കും ഒരു തേര് വരുന്നുണ്ടായിരുന്നു. എത്ര നേരം നോക്കി നിന്നാലും മതിയാവില്ല കേട്ടോ. അത്ര ഭംഗിയാണ് ഇത് കാണാൻ. ആ തേരിൻ്റെ ഭംഗിയും ചെണ്ടമേളത്തിൻ്റെ ശബ്ദവും ആകെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഓരോ കരക്കാരും അവരുടെ മേളക്കാരോടൊപ്പം മേളം കൊഴിപ്പിക്കുന്നുണ്ടായിരുന്നേ. അതും കണ്ടിങ്ങനെ നിന്നു കുറച്ച് നേരം. പടക്കത്തിൻ്റെ സൗണ്ട് കേട്ട് ഞാനൊന്ന് ഞെട്ടിയെങ്കിലും കാശിക്കുഞ്ഞിന് അതൊരു വിഷയമേ അല്ലായിരുന്നു. അവൻ ഈ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു. അവനും എനിക്കും പുതുമയുള്ള കാഴ്ചകളാണല്ലോ ഇതെല്ലാം. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ ആശുപത്രിയിലാണ് കേട്ടോ. അന്ന് ഞങ്ങളുടെ ലോകത്തേക്ക് കാശിക്കുഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ചെണ്ടമേളത്തിൻ്റെ സൗണ്ട് കേട്ട് ഒരാൾ കളി തുടങ്ങി കേട്ടോ. നേരം വൈകുന്തോറും തിരക്കും കൂടി വരുന്നുണ്ടായിരുന്നേ. പതുക്കെ ഞാനും അമ്മയും മോനും കൂടെ വീട്ടിലേക്ക് യാത്രയായി. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.